അപ്പം ഇവരാണ് ഇന്ന് എൻ്റെ വീട്ടിലെ പുതിയ അതിഥികൾ. ഒരു 5-8 റോസ് മേടിച്ചിട്ടുണ്ട്. 30 രൂപ നിരക്കിൽ വാങ്ങിച്ച റോസുകളാണ്. അതിൽ കൂടുതൽ ഞാൻ വാങ്ങിച്ചേക്കണം ഇങ്ങനെ ചെറിയ ബഡ് റോസുകളാണ്. അപ്പം ഇതങ്ങനെയാണ് റീപോർട്ട് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യണത്. അപ്പം സാധാരണ ഇപ്പോൾ റോസ് മേടിക്കാറില്ല ആരും. മേടിക്കുമ്പോൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിടിച്ച് കിട്ടണില്ല, പൂക്കൾ ഉണ്ടാവണില്ല എന്നുള്ള കാര്യമാണ് പറയണത്. അപ്പം അത് റീപോർട്ട് ചെയ്യണതിൽ വന്ന പ്രശ്നമാണ് പൂക്കൾ ഉണ്ടാവാത്തതും ഇത് വേഗം ചീത്തയായി പോണതും. അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഇതെങ്ങനെയാണ് പോട്ട് ചെയ്യണം എന്നുള്ള രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യണം നോക്കും. ആവേശം കൊണ്ട് വേഗം വന്ന് അന്ന് തന്നെ അത് വേഗം ചട്ടിയിലാക്കാൻ നോക്കും. അപ്പം അത് നമ്മ ഒരിക്കലും അത് ചെയ്യരുത്. ചട്ടിയാണോ പൂച്ചയാണോ എന്നറിയില്ല, ഇതും ഒന്ന് തലോടി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പ്ലാന്റ്സ് ഏത് പ്ലാന്റ്സ് ആയാലും നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ അന്ന് തന്നെ വന്നും കഴിട്ടും അത് പോട്ട് ചെയ്യരുത്. നമ്മ അത് ആദ്യം തന്നെ ഒന്ന് 2-3 ദിവസം നമ്മളെ അറ്റ്മോസ്ഫിയറുമായിട്ട് അതൊന്ന് പൊരുത്തപ്പെട്ടിട്ട് വേണം നമ്മ അത് പ്ലാന്റ് ചെയ്യാനായിട്ട്. അന്ന് തന്നെ കൊണ്ടുവന്ന് അതിൽ കൊണ്ടുവന്ന് പിടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നശിച്ചു പോകും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏതായാലും ആർക്കായാലും പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മളെ പ്ലാന്റ്സിനൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ കൊണ്ടുവന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ശേഷം നമ്മ ഇത് പോട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നമ്മ റോസ് വാങ്ങിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമ്മൾ മേടിക്കുമ്പോൾ എപ്പോഴും ഈ ബഡിൽ നിന്ന് അധികം ശാഖകളുള്ളത് നോക്കി നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കാലം കൂടി നമുക്ക് നിൽക്കും. ചെറിയ കൊമ്പും അത്ര ഹെൽത്തി അല്ലാത്ത പ്ലാന്റൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴാണ് വേഗം നശിച്ചു പോണത്. ഇപ്പം ഇങ്ങനത്തെ ബ്രാഞ്ചുകളുള്ള പ്ലാന്റ് ആകുമ്പോൾ അത് ഈട് നിന്നോളും, പൂക്കളും നന്നായിട്ട് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൊണ്ടുവന്നിട്ട് ഇത് നേരെ കവർ കളഞ്ഞും നമുക്ക് കുറച്ച് മണ്ണെടുത്ത് അതിൽ കൊണ്ട് പ്ലാന്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് റോസ് നശിച്ച് പോണത്. അപ്പോൾ ഇതെങ്ങനെയാണ് ശരിക്കും പോട്ട് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത് ശ്രദ്ധിക്കാനുള്ളത് ഈ വാങ്ങുന്ന റോസിൻ്റെ അടിയിൽ നിന്ന്, അതായത് ഇതാണ് ബഡ് ചെയ്ത ഭാഗം, ഈ ബഡ് ചെയ്ത ഭാഗത്തിൻ്റെ അടിയിൽ നിന്ന് കണ്ട ഇങ്ങനെ അതിൻ്റെ പുതിയ ചെനപ്പുകൾ വരും. അതിൻ്റെ ആവശ്യം നമുക്കില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വന്നത് കാട്രോസ് ആയിരിക്കും. അപ്പോൾ ഇത് വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിലെ പൂവും കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് മാറ്റി കളയണം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ റോസ് നടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അടി കൂടെ വളർന്നത് കാട്രോസായിട്ട് വളർച്ച മുരടിക്കുകയും ചെയ്യും, പൂക്കൾ കുറയുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഈ റോസ് എങ്ങനെയാണ് പോട്ട് ചെയ്യണം എന്നുള്ളതാണ് കാണിക്കാൻ പോണത്. അതിന് വേണ്ടി നമുക്കിത് കവർ കട്ട് ചെയ്തിട്ട് ഇതൊന്ന് കുറച്ച് നേരം വെള്ളത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ മണ്ണൊന്ന് ലൂസാക്കി കളയണം. ഇതങ്ങനെ എടുത്ത് നമുക്ക് പോട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ഭയങ്കര ഹാർഡായിട്ടുള്ള മണ്ണാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കവർ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഉണങ്ങിയതിൻ്റെ പേരിൽ അടർന്ന് പോരുന്നുണ്ട്. എന്നാലും ചിലപ്പോൾ വേര് പൊട്ടും. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് നേരം വെള്ളത്തിൽ വെക്കാം. അപ്പോൾ ഈ മണ്ണൊന്ന് ലൂസായി കിട്ടും. എന്നിട്ട് നമുക്കിതിൽ ആവശ്യമുള്ള പോട്ടിംഗ് മിക്സ് എന്താണെന്ന് നോക്കാം. മണലോ എംസാൻഡോ എടുക്കാം. ഞാനിവിടെ എംസാൻഡ് ചകിരിച്ചോറ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതാണ് എടുത്തേക്കണത്. പിന്നെ അതിൽ കൂടെ നമുക്ക് വേണ്ടത് കുറച്ച് വേപ്പും പിണ്ണാക്ക് ഇടണം. അതിൽ നമ്മൾ കുറച്ച് വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലുപൊടി ഇട്ട് കൊടുക്കണ്ട കുറച്ച്. ഇത് 3 കൂടി മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കണില്ല. ചാണകപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഫംഗസ് വന്നെ കാണുന്നുണ്ട്. അതാരം കൊണ്ട് ഞാനിപ്പോൾ ചാണകത്തിന് മറ്റേ സിലറി രൂപേണുള്ളതാണ് ഒഴിച്ചു കൊടുക്കണത്. അല്ലാണ്ട് ചാണകം നേരിട്ട് ചേർത്ത് കൊടുക്കാറില്ല ഇപ്പം. അപ്പോൾ ഇത് ഞാൻ ചട്ടിയിലേക്ക് നിറക്കാം. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഇവിടുത്തെ ഒരു പഴയ ചട്ടി തന്നെയാണ്. ഇവിടെ ചട്ടികൾ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിയത് വാങ്ങിച്ചിട്ടില്ല. ആ ചട്ടികൾ തന്നെയാണ്. അതിന് വേണ്ടത് നമുക്ക് നല്ല ഡ്രൈനേജ് ഹോളാണ്. അപ്പോൾ ഇതിൽ നല്ല ഡ്രൈനേജ് ഹോൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കല്ല് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഓട്ടയിലും ഈ ഇട്ടേക്കണ ഓട്ടയുടെ മുകളിൽ നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. അത് നമുക്ക് നല്ല വെള്ളം നീർവാഴ്ച ഉണ്ടാകാൻ വേണ്ടി കെട്ടി നിൽക്കാൻ പാടില്ല, ചീഞ്ഞു പോവും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. എന്നിട്ട് നമുക്ക്
നമ്മുടെ റോസിൻ്റെ മണ്ണൊക്കെ പോയിട്ടുണ്ട്. ഇത് നമുക്ക് നട്ടു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ മണ്ണിട്ട് കൊടുക്കാം. മണ്ണിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ബഡിൻ്റെ മേൽഭാഗത്തേക്ക് മണ്ണ് വരരുത്, അടിഭാഗത്തേക്ക് മണ്ണ് വന്ന് നിൽക്കണം. ആ തരത്തിലായിരിക്കണം നമ്മൾ എപ്പോഴും പോട്ട് ചെയ്യേണ്ടത്. ചിലവർ ഇങ്ങനെ നിറച്ച് വെക്കണം കാണാം, ചട്ടി മുഴുവൻ മണ്ണായിട്ട് നിറച്ച് വെക്കും. അതിൻ്റെ ആവശ്യമില്ല, ഈ ബഡിൻ്റെ അടിയിൽ വന്ന് മണ്ണ് നിൽക്കണം. അപ്പം ഇങ്ങനെയാണ് ഇത് പോട്ട് ചെയ്യണത്. എന്നിട്ട് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. വളരുന്നതനുസരിച്ച് നമുക്ക് വളവും മണ്ണും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ബഡിൻ്റെ മുകൾ ഭാഗത്തേക്ക് മണ്ണ് വരണ്ട, ബഡിൻ്റെ അടിഭാഗത്തേക്ക് വേണം കേട്ടോ മണ്ണ് നിൽക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് ഇതിൻ്റെ പോട്ടിങ് മെത്തേഡ്. ഇത് നമ്മൾ പോട്ട് ചെയ്ത് അന്ന് തന്നെ കൊണ്ടുവന്ന് മുറ്റത്ത് വെക്കരുത് കേട്ടോ. ഇത് 2-3 ദിവസം ഒന്ന് തണലത്തിരുന്ന് ഒന്ന് ഉഷാറായതിന് ശേഷം നമുക്ക് വെയിലത്തേക്ക് കൊണ്ടുവന്ന് വെക്കാം. പിന്നെ നമുക്കിതിൽ സാഫ് ഇട്ട് കൊടുക്കണമെങ്കിൽ സാഫ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ സൂഡോമോണസ് ഉള്ളതിൻ്റെ പേരിൽ ഇത് സൂഡോമോണസ് കലക്കി ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സാഫ് ആണെന്നുണ്ടെങ്കിൽ സാഫ് ഇട്ട് കൊടുക്കും. ഇപ്പം ഞാനത് വെച്ചാൽ ഞാനിപ്പോൾ പച്ചക്കറിക്ക് അടിക്കാൻ വേണ്ടി സൂഡോമോണസ് കലക്കിയത് എൻ്റെ കയ്യിലുള്ളതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഈ സൂഡോമോണസ് ഒഴിച്ച് കൊടുക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ സൂഡോമോണസ് ഒഴിച്ചു കൊടുക്കാം. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് തള്ളത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ പോട്ടിങ്ങിൻ്റെ രീതി. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നന്നായിട്ട് തന്നെ റോസ് ഉണ്ടാവും. അപ്പം നമ്മുടെ റോസ് നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതിലുള്ള ഈ പൂവുകൾ നിർത്തേണ്ട ആവശ്യമില്ല, കട്ട് ചെയ്ത് കളയാം. നമുക്ക് വിഷമുള്ള കാര്യമാണ്, പക്ഷെ അത് നോക്കണ്ട. എന്നാലേ പുതിയ ചെനപ്പുകൾ ഇതിൽ വരുള്ളൂ. ഇപ്പം ഞാനിത് എല്ലാനും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റാൻ വിഷമമുള്ളവരാണെന്നുണ്ടെങ്കിൽ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നിർത്തണോണ്ട് കുഴപ്പമില്ല. ഇപ്പം എൻ്റെ ഹെൽത്തിയാണ് കുഴപ്പമില്ല. പക്ഷെ അത് ഇതുപോലത്തെ ചെറിയ ചെറിയ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റീപോട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണതാണ് നല്ലത് കേട്ടോ. എന്നാലോ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരുള്ളൂ. ഇപ്പം എൻ്റെ അത് ഈ മുട്ടുള്ള ഭാഗം കുണ്ടന്നെ വഴുക്കി ഒടിഞ്ഞതാണ്. അത് കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് വേറെ പോട്ട് ചെയ്യും. ചെറിയ കമ്പെടുത്ത് വേറെ മുളപ്പിക്കാമല്ലോ നമുക്ക്. അത് കളയണില്ല. നല്ല കുഞ്ഞ് കണ്ട, അങ്ങനെ ചെറിയ ചെറിയ വെള്ള ബഡ് റോസ് ആയിരുന്നു ഇത്. അപ്പോൾ നമുക്ക് വേറെ മുളപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റോസ് റീപോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, എനിക്ക് പറ്റിയൊരു പറ്റാണ് ഇതേ. ഞാൻ മേടിച്ച് ഒരു 3-4 ദിവസത്തിട്ടാണ് പോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ മേടിച്ച് കൊണ്ടുവന്ന് പോർച്ചിൽ വെച്ചിരുന്നൊരു പ്ലാന്റാണ്. ഇത് പട്ടിയാണോ പൂച്ചയാണോ എന്നറിയില്ല, ഇതും ഒന്ന് തലോടി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടോ, ഇതാണ് അവസ്ഥ. നല്ലൊരു കളറായിരുന്നു ഇത്. റെഡ് കളറ്, റെഡ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ റൂബി പിങ്ക് എന്നൊക്കെ പറയില്ലേ, ആ കളറിലുള്ള നല്ല ചെറിയ ചെറിയ റോസുകളായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതിപ്പോൾ ഈ കോലത്തിലായിട്ടുണ്ട്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ആട് കടിച്ചാലൊക്കെ ഇത് നശിച്ചു പോകും, പിന്നെ ഉണ്ടാവില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അനുഭവത്തിൽ നിന്ന് പഠിച്ചു. അപ്പോൾ അങ്ങനെ 2 ദിവസം 3 ദിവസമൊക്കെ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളെ വളർത്തുമൃഗങ്ങളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ കടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോലാവും. ഇനി ഇത് ശരിയാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ഈ പഴുത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് പോട്ട് ചെയ്യാൻ തന്നെ വിചാരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ വെർമി കമ്പോസ്റ്റ് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതിൻ്റെ പേരിലാണ് ഞാനത് ചേർക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചെറിയ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ മണ്ണിന് ക്ഷാമമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇലകൾ കൂട്ടിയിട്ടിട്ട് കമ്പോസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ മണ്ണ് പകുതി മതി. ആ കമ്പോസ്റ്റ് അടിയിലിട്ടിട്ട് മറ്റേ ഉണക്കലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് നമുക്ക് ഇത് പോട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് പോട്ട് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ മണ്ണുള്ളതിൻ്റെ പേരിലാണ് ഫുള്ളായിട്ട് മണ്ണിട്ടത്. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ ഉണക്കലകൾ ഇട്ട് കൊടുത്തിട്ട്
അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.